ശശിധര പണിക്കർ എന്ന് പറയുന്ന മധ്യവയസ്കൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ഉള്ളൊരു കേസാണ്. ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തെ വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ആരാണ് പ്രതിയെന്നോ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഒരു തുമ്പ് പോലും ഇല്ലാത്തൊരു കേസ്. പക്ഷേ അത് പുഷ്പം പോലെ തെളിയിച്ചു. പ്രതി ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് സർവരും ഞെട്ടിയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ ട്വിസ്റ്റുള്ള കേസാണ് ഈ മാവേലിക്കരയിൽ നടന്ന ശശിധര പണിക്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു കൊലപാതകം. ഒരു തെളിവ് പോലും ഇല്ല. 3 ദിവസം പഴക്കമുള്ള ബോഡി മാത്രമാണ് പോലീസിന് കിട്ടുന്നത്. അവിടെ നിന്ന് ആ പ്രതിയിലേക്ക് എത്തുന്നു. പ്രതി ആരാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി. അല്ല സാറേ, എങ്ങനെയാണ് കേസ് എത്തുന്നത്? എങ്ങനെയായിരുന്നു അത്? 2012 ഞാൻ മാവേലിക്കര സി ആയിരുന്നു. അപ്പോൾ മാവേലിക്കര സി ആയിരുന്ന സമയത്ത് ഒരു ദിവസം നൂർനാട് എസ് ഐ എന്നെ വിളിച്ചു പറഞ്ഞു, അവിടെ പടനിലം ഭാഗത്തേക്ക് പോകുന്ന ഒരു ഏലായിൻ്റെ അടുത്തുള്ള ഒരു പഴയ കുളം, ആ കുളത്തിലൊരു ബോഡി പൊങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എസ് ഐനോട് പറഞ്ഞു, നിങ്ങൾ പോയി നോക്കിയിട്ട് ബോഡി കരക്കെടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. അതിനുശേഷം പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമ്പം നിങ്ങളും കൂടി പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ എസ് ഐന് ചട്ടം കിട്ടിയതിന് ശേഷം ഞാനും ഈ സംഭവ സ്ഥലത്തേക്ക് പോയി. സംഭവ സ്ഥലത്തേക്ക് പോയപ്പോൾ പിന്നെ ഒരു വലിയ വയലാണ്, കൃഷിയൊന്നും ഇപ്പോഴില്ല. അതിന് ഈ വെള്ളം ജലസേചനത്തിന് വേണ്ടി പണ്ട് കുഴിച്ചൊരു കുളമായിരുന്നു. ആ കുളത്തിലാണ് ഈ ബോഡി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത്. അതിനോട് ചേർന്നിട്ട് സൈഡിൽ ചെറിയൊരു കുന്നുപോലത്തിൽ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ അത് ചെറിയൊരു സ്ലോപ്പായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഈ കുളം. ഈ കുളത്തിലിങ്ങനെ ബോഡി പൊങ്ങി കിടക്കുമ്പോൾ ഞാൻ ചെന്നപ്പം ബോഡി കരക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെന്നപ്പം ഈ ബോഡി കിടക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബോഡി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. ഈ ബോഡിയിലുണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന ഈ പാൻറ്റ്, ഈ ബോഡിയുടെ ഇതിലുണ്ടായിരുന്ന പാൻറ്റ് ബെൽറ്റ് ഊരിയിട്ട് വേറൊരു സെപ്പറേറ്റായിട്ട് ശരീരത്തിൽ നിന്ന് വേർപെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കൊരു അന്നേരം തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. ഒന്നാമത് ഇതൊരു കട്ടിയുള്ള കോട്ടൺ പാൻറ്റാണ്. ഈ കോട്ടൺ പാൻറ്റ് ഇപ്പോൾ അബദ്ധത്തിൽ കാൽവഴുതി വീഴുകയോ അല്ലെങ്കിൽ സൂയിസൈഡിന് വേണ്ടി ശ്രമിച്ചിട്ട് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ നനയുമ്പോൾ നമുക്കറിയാം കോട്ടൺ വളരെയധികം ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അപ്പം ഒരിക്കലും അതുപോലെ ബെൽറ്റ് മുറുക്കിയിരുന്ന ബെൽറ്റ് ഇട്ടിരുന്ന സ്ഥിതിയിലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ബോഡിയിൽ നിന്ന് തന്നെ ഊരിപ്പോകുന്നത് എന്ന്. അപ്പം ഞാൻ എസ് ഐനോട് പറഞ്ഞത്, നിങ്ങൾ വരുമ്പോഴേ ഇങ്ങനെയാണോ, ആദ്യം കണ്ടവരോട് ചോദിച്ചോന്ന്. അപ്പോൾ പറഞ്ഞു, കണ്ടവരും പറഞ്ഞ് ഇങ്ങനെ ബോഡി അറിയും പാൻറ്റ് അറിയാം. അപ്പോൾ എനിക്കൊരു സംശയം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ എസ് ഐനോട് പറഞ്ഞു, നിങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്, അവിടെ കൂടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് നിങ്ങൾ എന്താണ് മരണകാരണം എന്നുള്ളത് ഡോക്ടർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നൂർനാട് എസ് ഐ അവിടെ ചെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറേ ഇത് വെള്ളം കുടിച്ചല്ല മരണം, തലയ്ക്ക് പുറകിലേറ്റ ഒരു മുറിവാണ് മരണകാരണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ കാണിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത്രയും കിട്ടിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എസ് ഐ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉടനെ ചോദിച്ചപ്പം ഡോക്ടറുടെ ഒപ്പീനിയൻ അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മർഡറാണെന്ന് നമ്മൾ ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളത്തിൽ കടന്ന ബോഡിയുടെ ഉള്ളിൽ വെള്ളമൊന്നുമില്ല, മരണകാരണം വെള്ളം കുടിച്ചിട്ടല്ല, ഈ മുറിവാണ് മരണകാരണം എന്ന്. ഇപ്പം നമ്മൾ ബോഡി നോക്കുമ്പോൾ അതിൻ്റെ വീടിനടുത്തല്ല ശരിക്കും ബോഡി. ഈ വിജനമായ സ്ഥലമാണിത്. ഇവിടെ അടുത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ ഇതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ നോക്കി അവസാനം ഈ ഡ്രസ്സ് പരിശോധിച്ചപ്പോൾ അതിലൊരു എക്സ് മിലിറ്ററിയുടെ ഒരു ഐഡൻറ്റി കാർഡ് ഉണ്ടായിരുന്നു. അതിൽ പരിശോധിച്ചപ്പോഴാണ് അവിടെ നിന്നൊരു 10 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്തുള്ള ഒരു ശശിധര പണിക്കർ, 57 വയസ്സുള്ള ഒരാളാണ്. അയാൾ മിലിറ്ററിയിലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് പിരിഞ്ഞു വന്നതിന് ശേഷം ഈ ബാറുകളിലും ഹോട്ടലിലും ഒക്കെ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവസാനമായി അയാൾ ഈ ജോലി ചെയ്ത് ചെങ്ങന്നൂർ ഒരു ബാറിലാണ്. അവിടെ നിന്ന് ഇയാളും കുറച്ച് പ്രശ്നക്കാരനാണ്. അവിടെ നിന്ന് പ്രശ്നമായിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഇയാൾ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. 2 പെൺമക്കളാണ് ഇയാൾക്കുള്ളത്, ഭാര്യയും. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഈ ഇൻക്വസ്റ്റ് സമയത്തോ പിന്നെ ബോഡി പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്തോ ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്തൊന്നും തന്നെ പരിശോധിച്ചപ്പോൾ ഇയാളുടെ മൊബൈൽ ഫോൺ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. പരിസരത്തും എവിടെയും മൊബൈൽ ഫോൺ കണ്ടില്ല. അങ്ങനെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ നേരിട്ട് വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴേക്കും ഈ മൂത്ത പെൺകുട്ടി എന്നോട് ഈ അച്ഛൻ്റെ ഫോൺ നമ്പർ എത്രയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല എന്നോട്. അപ്പം എനിക്കത് ഒരു ഡൗട്ടായിട്ട് തോന്നി. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരാരുമില്ല. ഇനി ചിലപ്പം ഉപയോഗിക്കാത്തതായിരിക്കാം. പക്ഷേ ഇപ്പോൾ എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരാൾ, ഇങ്ങനെ ദൂരമൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു സാധാരണ മൊബൈൽ ഫോണെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത് സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടുതലായിട്ട് ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇളയ മകളോട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചപ്പം ഇളയ മകൾ പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അച്ഛൻ്റെ നമ്പർ ഇതാണ്. അപ്പോഴേ എനിക്ക് ബലമായ ഒരു സംശയം തോന്നി. മൂത്തയാൾ
അങ്ങനെ എന്തോ പറഞ്ഞു. എന്തുകൊണ്ട് മകൾ അങ്ങനെ പറഞ്ഞു? ഇത് വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ട് ഈ മകൾക്ക്, ഡൈവോഴ്സായിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഈ നമ്പർ നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെയുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിലേക്ക് ആ മരിച്ച സമയത്ത് അതിൻ്റെ സമയത്തൊന്നും തന്നെ കോളുകളൊന്നും തന്നെ വന്നിട്ടില്ല. കോളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ഉള്ള കോളുകളൊന്നും തന്നെ വന്നിട്ടില്ല. കോളുകൾ വന്നിരിക്കുന്നത് കോളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ കോളുകളെല്ലാം തന്നെ അന്നത്തെ സമയത്ത് ഈ കോയിൻ ബോക്സ് നിലവിലുണ്ടായിരുന്നു. കടകളിൽ ഫ്രണ്ടിൽ ₹1 കോയിനിട്ട് വിളിക്കാവുന്ന സംവിധാനം, അതിൽ നിന്ന് കോളുകളാണ് കാണുന്നത്. പിന്നീട് അതിൽ പിന്നെ ഒരു ഫോൺ കോൾ നമ്പർ മാത്രം നമുക്ക് കിട്ടി, ഒരു ഫോൺ കോൾ. ആ ഫോൺ കോൾ ഈ മകളുടെ നമ്പറാണ്. അപ്പോൾ ആ മകളുടെ നമ്പർ നമ്മൾ ട്രേസ് ചെയ്തു. ആ മകളുടെ നമ്പറിലേക്ക് ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ റീസെൻറ്റ് കോൾസ് എടുത്തു. റീസെൻറ്റ് കോൾസിൽ ഏറ്റവും കൂടുതൽ കോൾ വന്നതാണെന്ന് വെരിഫൈ ചെയ്തു. കുറേ കോളുകൾ വെരിഫൈ ചെയ്തു. അങ്ങനെ ഒരു നമ്പർ കിട്ടി. ആ നമ്പർ ട്രേസ് ചെയ്ത് നോക്കുമ്പം അത് പിന്നെ നൂറനാട് സ്വദേശിയായ ഒരു യുവാവിൻ്റെയാണ്. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പം അയാൾ ഗൾഫിലാണെന്ന് അറിഞ്ഞു, ജോലിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വിളിച്ചു, എന്താണ് ഈ പെൺകുട്ടിയും ബന്ധം, അതിലേക്ക് അന്വേഷണം പോയി. അപ്പം അവൻ്റെ നേരത്തെയുള്ള ഇതെടുത്ത് നോക്കുമ്പം ഈ മകളും ഈ യുവാവും അതിനു മുമ്പ് പിന്നെ ഒരു കടയിൽ തൊട്ടടുത്ത 2 കടകളിലായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഡൈവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഈ പയ്യനുമായിട്ട് പിന്നെ പരിചയത്തിലാവുന്നതൊക്കെ ആയിട്ടുള്ള കഥകൾ ഞങ്ങൾ അറിഞ്ഞു. അപ്പം പിന്നെ അവൻ്റെ നമ്പർ ഞങ്ങളെടുത്തു. ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും അവൻ്റെ നമ്പർ എടുത്തു. ആ നമ്പറിൽ റീസെൻ്റായിട്ട് വന്ന ഒരു നമ്പർ ഞങ്ങൾ വെരിഫൈ ചെയ്തെടുത്തു. ആ നമ്പർ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെതാണ്. ആ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് നേരത്തെ വന്നിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ അവനെ ഞങ്ങൾ ട്രേസ് ചെയ്ത് പിന്നെ മകളെ വിളിച്ചു വരുത്തി. അങ്ങനെ കൂടുതലായിട്ടുള്ള ചോദ്യം ചെയ്തതിൽ വെച്ചിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞത്. അത് വളരെ ഇതേപോലെ തന്നെ വളരെ പ്ലാൻഡായിട്ടുള്ള മർഡറായിരുന്നു. പ്ലാൻഡായിട്ടുള്ള മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ യുവാവും തമ്മിൽ ഡൈവേഴ്സിന് ശേഷം പ്രണയത്തിലായി. പെൺകുട്ടി പെൺകുട്ടി നായർ സമുദായത്തിൽപ്പെട്ടതും ഈ യുവാവ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായിരുന്നു. അപ്പോൾ പക്ഷേ ഈ അച്ഛന് ഈ ഒരു ബന്ധമുണ്ട് എന്നറിയാം, പക്ഷേ ആളാരാണെന്ന് അയാൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനെ ചൊല്ലിയിട്ട് അച്ഛനും ഈ മകളും തമ്മിൽ എപ്പോഴും ഇയാൾ വരുമ്പോഴൊക്കെ വഴക്കുണ്ടാകുമ്പോഴൊക്കെ ഇവളെ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇയാൾ. ആ സമയത്ത് ഈ ഭയങ്കരമായിട്ട് ഇവൾക്ക് ദേഷ്യം തോന്നി. ഈ സംഭവങ്ങളെല്ലാം അതാത് സമയം ഗൾഫിലുള്ള കാമുകനെ വിളിച്ചു പറയും. അപ്പോൾ അവസാനം നോക്കുമ്പോൾ ഇവർ തീരുമാനിച്ച് ഈ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൂടാണ്ട് അതിലൊരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ശശിധര പണിക്കർക്ക് ഒരു വീടും സ്ഥലമുണ്ട്. ആ വീട്ടിലാണ് ഈ കുടുംബമായിട്ട് താമസിക്കുന്നത്. അതുകൂടാതെ അയാളുടെ അച്ഛൻ്റെ പെങ്ങൾ അമേരിക്കയിലാണ്. അവർക്ക് ഓഹരി കിട്ടിയ ഒരു 3 കോടി രൂപയുടെ സ്വത്ത് ഈ സഹോദരൻ്റെ മകനായ ശശിധര പണിക്കരുടെ പേരിൽ അവരിഷ്ടദാനം എഴുതി കൊടുത്തിരുന്നു. അത് ഇയാളുടെ പേരിൽ ഉണ്ട്. അപ്പോൾ ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വസ്തു ഈ 2 മക്കളുടെയും ഭാര്യയുടെയും പേരിലാവും. അപ്പോൾ അതിലൊരു ഷെയർ എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഷെയർ നല്ല വിലയ്ക്ക് വിറ്റിട്ട് ഇവൻ്റെ കൂടെ ജീവിക്കാം. അപ്പോൾ ഇയാളെ കൊല്ലുക എന്നുള്ള മാർഗത്തിലേക്ക് ഇതെത്തി. അങ്ങനെയാണ് ഈ ഗൾഫിൽ നിന്നും അവിടെ ഈ പ്ലംബിംഗ് പണിക്ക് പോയ ഇവൻ്റെ കൂട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ, ഇവനും കൂടി ആലോചിച്ചു നോക്കാം. അപ്പോൾ ഇവന് പൈസയ്ക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു, നിനക്ക് ഞാൻ അതിനുള്ള പൈസ തരാം. അപ്പോൾ 1 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. അങ്ങനെ ഇവനെയും കൂടെ കൂട്ടിയിട്ട് പിന്നെ ഒരു ദിവസം ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് 2 ആഴ്ചയോളം ആണെന്ന് തോന്നുന്നു മുമ്പ് ഈ 1-ാം പ്രതി ഈ പെണ്ണിൻ്റെ കാമുകൻ നാട്ടിൽ വന്നു. മറ്റവൻ ആൾറെഡി നാട്ടിലുണ്ട്. അങ്ങനെ നാട്ടിൽ വന്നിട്ട് മകള് ഈ അച്ഛൻ്റെ ഫോൺ നമ്പർ ഇവർക്ക് കൊടുത്തു. ആ ഫോൺ നമ്പറിൽ ഇവർ മൊബൈലിൽ വിളിച്ച പോലീസ് ട്രേസ് ചെയ്യുന്ന അറിയുന്നതുകൊണ്ടാണ് ഈ കോയിൻ ബോക്സ്, അതാണ് ഈ കോയിൻ ബോക്സിലെ കോള്. ആ കോയിൻ ബോക്സിൽ നിന്ന് വിളിച്ചിട്ട് സെക്യൂരിറ്റി ഏജൻസിയാണ് എന്ന് പരിചയപ്പെടുത്തി. ലാൻഡ് ഫോണാണല്ലോ, സെക്യൂരിറ്റി ഏജൻസി എന്നാണ് വിളിക്കുന്നത്. ഇയാളുടെ ഡീറ്റെയിലൊക്കെ എടുത്ത് നിങ്ങളുടെ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ഇത് ഞങ്ങൾ കണ്ടു, അപ്പോൾ ഞാൻ ഒരു ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഫോണിലൂടെ പരിചയപ്പെട്ടു. ഇത് ഈ മകളുടെ കാമുകൻ തന്നെ. അപ്പോൾ ഇവർ മർഡർ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നന്നായിട്ട് മദ്യപിക്കും. മദ്യത്തിൽ ഫിറുഡാൻ എന്ന് പറയുന്ന ഇത് കലർത്തി കൊടുക്കാം എന്നാണ് ഇവർ തീരുമാനിച്ചത്. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം മദ്യം വാങ്ങി സന്ധ്യയായപ്പോഴേക്കും ഈ കൂട്ടുകാരനെ ഫിറുഡാൻ വാങ്ങാൻ വിട്ടിട്ട് ഇന്ന് ആ കടയടച്ച് പോയതുകൊണ്ട് അവനന്ന് ഫിറുഡാൻ കിട്ടിയില്ല.
അപ്പോൾ എന്ത് ചെയ്തു, ഈ ആളൊഴിഞ്ഞ ഏലായിൻ്റെ അവിടെ കൊണ്ടുവന്ന് പിന്നെ സംസാരിച്ച് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവന്മാർ രണ്ടും ഓരോ ബീറ് വാങ്ങി, ഇയാൾക്ക് 1 ലിറ്റർ മദ്യവും വാങ്ങി പിന്നെ കൊണ്ടുവന്ന് അവിടെ ഈ ഇങ്ങനെ വിജനമായ സ്ഥലമാണ്, വീടുകളൊന്നും ഇല്ല. അവിടെ ഇരുന്ന് ആദ്യത്തെ ദിവസം അന്ന് ഇത് വിഷം കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഈ മദ്യം അയാൾക്ക് കൊടുത്തു, അയാൾ കഴിച്ചു, ഇവന്മാർ ബീറും കഴിച്ചു. രാത്രിയായപ്പം ഈ കാമുകൻ തന്നെ ഇയാളെ വീട്ടിലിൻ്റെ ആ പരിസരത്ത് അവിടെ കൊണ്ടുപോയി വിടുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ വിശ്വാസമായി. ഇനി അടുത്ത ദിവസങ്ങളിൽ വിളിക്കാൻ അപ്പോഴും അയാൾ അറിയുന്നില്ല, കാമുകനാണെന്ന് അറിയില്ല. ഇത് സെക്യൂരിറ്റി ഏജൻസീൻ്റെ ആണ് അയാൾ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ ഇവന്മാർ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ വിളിക്കും, അന്നേരം നിങ്ങൾ വീണ്ടും ഒന്ന് വരേണ്ടി വരും. ID കാർഡിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് എല്ലാം വെച്ച് കൂടുതൽ വിശ്വാസത നേടി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഫ്യൂരിഡ നേരത്തെ വാങ്ങി വെച്ചു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും വിളിച്ചു. അങ്ങനെ ഒരു 6:30 ആയപ്പോഴേക്കും ഇയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ നേരത്തെ മദ്യം വാങ്ങി അതിൽ ഈ ഫ്യൂരിഡാൻ മിക്സ് ചെയ്തു. 1 ലിറ്റർ മദ്യത്തിൽ നന്നായിട്ട് ഫ്യൂരിഡാൻ മിക്സ് ചെയ്തിട്ട് അത് അടച്ച് റെഡിയാക്കി വെച്ചു. ഇവർ ഓരോ ബീറും വാങ്ങിയിട്ട് പിന്നെ ഇതേപോലെ തന്നെ വീണ്ടും സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മദ്യം വാങ്ങിക്കൊടുത്ത് സംസാരിച്ചുകൊണ്ട് ഇയാൾക്ക് ഒന്നും തോന്നിയില്ല. ഇയാൾ മദ്യപിക്കുന്ന കൂട്ടത്തിലുമാണ്. അങ്ങനെ ഇവരുടെ കൂടെ പോയി ആ ഏലായിൻ്റെ കരയിലിരുന്ന് ഈ മദ്യം ഇയാൾക്ക് കൊടുത്തു. ഇവർ ബീറ് പകുതി കഴിച്ചു. ഈ 1 ലിറ്റർ മദ്യം, അതായത് ഈ ഫ്യൂരിഡാൻ കലർന്ന 1 ലിറ്റർ മദ്യം മുഴുവൻ ഇയാൾ കുടിച്ചിട്ട് ഇയാൾ മരിച്ചില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, ഇത് മുഴുവൻ കുടിച്ചൊരു കുറച്ച് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇയാളിങ്ങനെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവർക്ക് മനസ്സിലായി ചിലപ്പോൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടും, പുറത്തേക്ക് പോകാണല്ലോ. അപ്പം ഈ 1-ാം പ്രതി ഇവൻ്റെ അരയിലൊരു തോർത്ത് കരുതിയിരുന്നു. ആ തോർത്തെടുത്തിട്ട് ഇയാളുടെ കഴുത്തിലിങ്ങനെ ചുറ്റിയിട്ട് ശ്വാസം മുട്ടിച്ച് ഇവരിയ്ക്കുന്ന തൊട്ട് താഴെയാണ് ഈ കുളമുള്ളത്, അതിൻ്റെ മുകളിലാണ് ഇവരിരുന്നത്. ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴേക്ക് ഇയാൾ തോർത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് ഇവനെ കയറി പിടിച്ചു. അപ്പോൾ ഇയാൾ 56-57 വയസ്സുണ്ടെങ്കിലും ഇയാൾ ഭയങ്കര ആരോഗ്യവാനാണ്, എക്സ് മിലിറ്ററിയും കൂടിയാണ്. മറ്റേത് 2 പയ്യന്മാരാണ്, അധികം ഇതില്ല. അപ്പോൾ ഈ ഒരുത്തനെ കയറി വട്ടം പിടിച്ച് അവനെ വിട്ടില്ല. അപ്പോൾ ഇവർക്ക് തോന്നി ഇയാൾ ഈ മരണമൊപ്പിളാത്ത് ഇവരെ എന്തൊരു ചെയ്യും എന്നുള്ള ഇത് വന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ 2-ാം പ്രതിയുടെ കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു. ആ കത്തി എടുത്ത് ആ മുറിവ് ഞാൻ പറയാൻ വിട്ടതാണ്, തൊടേൻ്റെ അവിടെയും ഒരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ ഈ തൊടേൻ്റെ അവിടെ ഒരു കുത്തു വെച്ച് കൊടുത്തിട്ടൊന്നും ഇയാൾ വിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ ഈ 1-ാം പ്രതി ഈ സൈഡിൽ കല്ലിങ്ങനെ കയ്യാല കെട്ടിയിരുന്ന കല്ലുണ്ടായിരുന്നു, അതിലൊരു ഇടത്തരം നല്ല വണ്ണമുള്ളൊരു കല്ലെടുത്തിട്ട് ഇയാളെ പുറകിൽ നിന്ന് തലക്കറി ഒറ്റയടി കൊടുത്തു. അടിക്കുക തന്നെ താഴെ വീണ് മരിച്ചു കഴിഞ്ഞപ്പം ഈ വലിച്ച് കുളത്തിലേക്ക് ഇടാൻ വേണ്ടി 2 പേര് നോക്കുമ്പോൾ ഇയാളുടെ പൊക്കാൻ പറ്റാത്തപ്പോഴാണ് ഈ താഴെ നിന്നിട്ട് ഇവർ ഈ പാൻറ്റിൻ്റെ അറ്റത്ത് പാൻറ്റിൻ്റെ അറ്റത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന അറ്റത്ത് എത്താനായപ്പോഴേക്ക് ഈ പാൻറ്റം ഊരിപ്പോയി. അതാണ് എനിക്ക് ആദ്യം തോന്നിയ സംശയം ഞാൻ പറയാൻ കാര്യം. അങ്ങനെ ഈ പാൻറ്റ് പാൻറ്റ് ഊരി ഇവരുടെ കയ്യിലേക്ക് വന്നു. പിന്നെ ഇവർ കാലെ പിടിച്ച് വലിച്ച് കുളത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഈ പാൻറ്റും അതിൻ്റെ കൂട്ടത്തിലിട്ടു. അങ്ങനെ ഇവർ വലിച്ചപ്പോൾ ഊരിപ്പോയതാണ് പാൻറ്റ്, അല്ലാണ്ട് വെള്ളത്തിൽ വീണപ്പോൾ പോയതല്ല. അങ്ങനെയാണ് ഈ പാൻറ്റ് സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് പിന്നെ മകളെ അറസ്റ്റ് ചെയ്തു, 2-ാം പ്രതിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ 3-ാം പ്രതിനെ ഇതിലേക്ക് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തു. പിന്നെ ഗൾഫിൽ നിന്ന് വരുത്തി. അപ്പോൾ ഇതൊക്കെ അന്വേഷണം നടക്കുമ്പോഴേക്കും മകൾ വളരെ സൈലൻ്റായിട്ട് നിൽക്കുകയാണ്. അതെ, മകൾ വളരെ സൈലൻ്റ്, അല്ലാതെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇതാക്കി. പക്ഷേ ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യാനൊന്നും ഞങ്ങൾ വിളിപ്പിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ. ഇവൾക്കെതിരെയുള്ള കംപ്ലീറ്റ് തെളിവുകളും നമ്മൾ ശേഖരിച്ചു. ഇവളോട് ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് ഇവളുടെ കഥകൾ കേട്ടിട്ട് വന്നു. ഇടയ്ക്ക് ഞാൻ ഓരോരുത്തർ പറഞ്ഞു വിടും. അതിന്റെ ട്രിക്ക് എന്തോ? അതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ സമാധാനിച്ചിരിക്കട്ടെ. അതുകൂടാതെ ഈ ലാസ്റ്റ് ചോദ്യം ചെയ്യലിന് ഈ പറഞ്ഞ ആളുകളെല്ലാം മുമ്പിലുണ്ട്. അവരോട് പറഞ്ഞതും ഇവരോട് പറഞ്ഞതും എല്ലാം ബാധ്യത തെളിയിക്കേണ്ട ബാധ്യത അവരുടെ കയ്യിൽ തന്നെയാണ്. ഇവള് പറയുന്നതെല്ലാം കഥ വെറുതെ ഉണ്ടാക്കുന്ന കഥകളാണ്, ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഒറിജിനൽ എന്താണെന്നുള്ളത് ഞങ്ങൾ അത്ര കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഈ കഥകളെല്ലാം വെച്ച് പിന്നെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പിന്നെ നിഷേധിക്കാൻ പറ്റാണ്ടായി. അത് വിചാരണ നടന്നു. 1, 2 ഈ കാമുകിയായ മകൾക്കും ഇരട്ട ജീവപര്യന്തം, മറ്റേ പയ്യനും ജീവപര്യന്തം കിട്ടി.
ഇത് ശരിക്കും പറഞ്ഞാൽ വെറുതെ പറഞ്ഞൊരു നോണ അല്ല, അച്ഛൻ മൊബൈൽ ഉപയോഗിക്കത്തില്ല. ആ ഒറ്റ വാക്കാണ്. അല്ല, അങ്ങനെ പറഞ്ഞില്ലായിരുന്നില്ല. മൊബൈൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സാർ എന്ത് ചെയ്തേനെ? മൊബൈൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കേസ് തെളിയും, പക്ഷേ കുറേ കൂടി നമ്മൾ പോകേണ്ടി വന്നേനെ. ഇപ്പം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അച്ഛൻ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് തരുമ്പോൾ ഈ മകളിലേക്ക് നമ്മൾ ആദ്യം സംശയം വരില്ല. മകളല്ലേ, മകൾ തരുന്നു, നമ്പർ തരുന്നു, മറ്റൊന്നും അതിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്നുള്ളത് വീട്ടുകാരും പറയുന്നുണ്ട്, തൊട്ടടുത്തുള്ള ആൾക്കാരും ബന്ധുക്കളും എല്ലാം പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ സംശയിക്കത്തക്ക കോളുകളൊന്നും തന്നെ ഇല്ല, എല്ലാം ഈ ലാൻഡ് ഫോണ് എന്നുള്ള. അത് ട്രേസ് ചെയ്യാനും പറ്റുന്നില്ല, അത് ട്രേസ് ചെയ്യാനല്ല, അത് ആരാ വിളിച്ചതെന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല, കടക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കുറേ കൂടി അന്വേഷണം നീണ്ടു പോയേനെ. എന്തിനായിരിക്കും വെറുതെ ഒരു നുണ പറഞ്ഞ എന്തിനായിരിക്കും പെൺകുട്ടി? നുണ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ട്രേസ് ചെയ്യുമെന്ന് അറിയാം, പക്ഷേ അതിന് അന്നേരം തോന്നി ക്രിമിനൽ അല്ലല്ലോ. അതായത് ഉണ്ടെങ്കിലും ഏത് ക്രിമിനലാണെങ്കിലും വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ചെറിയൊരു മുട്ടുസൂചിയൊക്കെ ആയിരിക്കാം അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുന്നത്. സാറിന് ഇതൊരു പിടിവള്ളിയായിട്ട് മാറിയില്ലേ? അതൊരു വലിയ പിടിവള്ളി തന്നെയാണ്. ആ പിടിവള്ളി ആണല്ലോ നമ്മൾ എന്തുകൊണ്ട് മകൾ അങ്ങനെ പറഞ്ഞു. മറ്റേ മകൾ ഇപ്പം നമ്പർ തന്നു, അപ്പൊ തന്നെ വളമായ സംശയം വന്നു കഴിഞ്ഞു. ഈ മകൾ തന്നെ ആണെന്ന് അറിഞ്ഞപ്പോൾ സാറിന് ഒരു നടുക്കുണ്ടായി. നടുക്കുണ്ടായി ഒരു പ്രതീക്ഷ മകളാണെന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് എന്നെ കൊന്നത് അറിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ഈ കൊന്നതിന് ശേഷം കാമുകൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം പിന്നെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി ഇത് മൂടി വെച്ചതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാമുകനെ രക്ഷിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് മൂടി വെച്ചായിരിക്കും. പക്ഷേ ഇതിൻ്റെ ആസൂത്രണം മുഴുവനും, അതാണ് ഇരട്ട ജീവനിതും 120B എല്ലാം നമ്മൾ ചുമത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാ ആസൂത്രണവും മകളാണ് ആദ്യം നടത്തിയത്. അപ്പം കൊല്ലാൻ വേണ്ടിയുള്ള ആസൂത്രണവും പദ്ധതി തയ്യാറാക്കുന്നതും മറ്റവന് പൈസ കൊടുക്കുന്നതും ഈ എല്ലാ കാര്യങ്ങളും ഇവളുമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതറിഞ്ഞപ്പോഴാണ് നമുക്കൊരു നടുക്കുണ്ടാകും. സ്വന്തം മകൾ തന്നെ അച്ഛനെ കൊന്നുകളയുക എന്നുള്ള രൂപത്തിലേക്ക്. അത് സ്വത്ത് ഇയാളുടെ കൊലപാതകം തെളിഞ്ഞില്ലെങ്കിൽ ഈ വസ്തു സ്വാഭാവികമായിട്ടും അവരുടെ പേരിലേക്ക് വരുമ്പോൾ അത് വിറ്റിട്ട് ഇവർ സെറ്റിലാവും. അപ്പോൾ അതും പൊളിച്ചടിക്ക് കൊടുത്തു. അതാ നമ്മൾ വെറുതെ പറഞ്ഞൊരു വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട DSP സാറിന് പിടിവള്ളിയായിട്ട് മാറിയത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കഥകളുമായിട്ട് വീണ്ടും ജോൺ സാർ നമ്മോടൊപ്പം ഉണ്ടാവും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു കേസിൻ്റെ പിന്നാമ്പുറ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും